ആരാധിച്ച് സ്നേഹിക്കുവാൻ ആരാധനയിലൂടെ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഇത് എന്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴും ഇതുപോലൊരു വ്യക്തിയോട് അയാളെ പറ്റിച്ചാണ് കാശും പോയി. ഇങ്ങനെയുള്ളവരോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. കാര്യം ഓരോരുത്തരും അത് അനുഭവിച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം അച്ഛൻ പറയണത് റോങ് ആണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ സമയത്ത് തോന്നും. ഞാൻ പറഞ്ഞ റോങ് തന്നെയാണ്. ജഡിക മനുഷ്യന് റോങ്ങായിട്ട് തോന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പറ്റിച്ചു, വഞ്ചിച്ചു. നാം വിശ്വസിച്ചിരുന്ന ആളാണ്. നഖവും മാംസം വിശ്വസിച്ചിരുന്ന ആളെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ വഞ്ചിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈരാഗ്യം, വിദ്വേഷം തോന്നും. പക്ഷേ ആ വിദ്വേഷം വെച്ചുകൊണ്ട് കുർബാന സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ട്, അതിനേക്കാൾ വലുതാണ് ക്രിസ്തു എന്നുള്ളത് കൊണ്ട് നമ്മുടെ മുമ്പിലൊന്നുമില്ല. ഏകപക്ഷികമായി ക്ഷമിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾക്ക് എന്ത് പറ്റും? കാശും പോയി നമ്മൾ തോക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? ഈ നമ്മൾ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന ആളിനോട് നമ്മൾ ക്ഷമിച്ചാൽ എന്തു ചെയ്യും? നമ്മുടെ കാശും പോകും, നമ്മൾ ഈ മനുഷ്യനോട് തോക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ മനുഷ്യത്വം അത് അനുവദിക്കത്തില്ല. മനസ്സിലായ? അപ്പം അതുകൊണ്ട് നിങ്ങൾ മനസ്സ് വിചാരിക്കും ദൈവം അവനായിട്ടൊരു പണി കൊടുക്കുമെന്ന് വിചാരിക്കും. അപ്പം ക്രിസ്ത്യാനിക്ക് അങ്ങനെ പോലും പറയാനുള്ള ചാൻസ് ഇല്ല. അതാണ് ഒരു പ്രശ്നം. ഞാൻ ക്ഷമിച്ചു, പക്ഷേ നിനക്ക് പണി വരുന്നുണ്ട് അവർ അച്ഛന്ന് പറയത്തില്ലേ? അങ്ങനെ പോലും പറയാൻ ചാൻസ് ഇല്ല. കാര്യം അതുകൊണ്ടാണ് ആ ചാൻസ് കൂടി കുരിശ് വെച്ച് റെക്ട് ഓഫ് ചെയ്തായിരുന്നു. അങ്ങനെ പറയാൻ ചാൻസ് ഉണ്ടായിരുന്നു നമുക്ക്. ഞാൻ ക്ഷമിച്ചു, എന്നാൽ ദൈവം നിന്നോട് ചോദിക്കും. അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. ചെമ്പ് പണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് കുറേ പണി വെച്ചിട്ടുണ്ട്, ദൈവനെ കൈകാര്യം ചെയ്യാൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 തിമോത്തിയോസ് 4:14. 2 തിമോത്തി 4:14. ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വലിയ ദ്രോഹം ചെയ്തു. കർത്താവ് അവന്റെ പ്രവൃത്തികൾക്ക് പ്രതിഫലം നൽകും. സത്യം പറഞ്ഞാൽ അങ്ങനെ പോലും പറയാൻ വകുപ്പില്ല. കർത്താവ് ഞാൻ ക്ഷമിച്ചു, കർത്താവ് അവനെ കൈകാര്യം ചെയ്യട്ടെ എന്ന് പറയാൻ പോലും വകുപ്പില്ല. എന്താ പറയണത്? കർത്താവ് കൂടി അവനോട് ക്ഷമിക്കട്ടെ എന്നാണ് പറയേണ്ടത്. കർത്താവ് കൂടി അവനോട് ക്ഷമിക്കട്ടെ. എന്താ കാര്യം? ഇവിടെ ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ലോങ്കിനോസിൻ്റെ ലോങ്കിനോസ് എന്ന് പറഞ്ഞ് ഒരുത്തനുണ്ടല്ലോ, ആ ഒറ്റക്കണ്ണൻ. അപ്പോൾ ചത്ത് കിടന്നിട്ടും കർത്താവിൻ്റെ ചങ്കയിൽ കുത്തിയവൻ അവന് ഒറ്റക്കണ്ണേ ഉള്ളു. ആ ഒരു കണ്ണ് വെച്ചുകൊണ്ട് അവൻ കർത്താവിൻ്റെ ചങ്കയെ കുത്തി. അപ്പോൾ എന്ത് പറ്റി? അതിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയെന്ന്. രക്തവും വെള്ളവും ഒഴുകി. പാരമ്പര്യം പറഞ്ഞത് എന്താണ്? കർത്താവ് അവനെ സുഖപ്പെടുത്തി എന്നാണ് പറയണത്. ആ സുഖപ്പെടുത്തിയതാണ്. ആ ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവെന്നും ഈ പൗലോസ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. റോമ 12:14. അതും പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനമാണെന്ന് ഓർക്കണം. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. അതാണ് സംഭവം.
പീഡിപ്പിക്കുന്നവരെ അതും പൗലോസ് തന്നെ പറയണതാണ്. 2 കോണ്ടസ്റ്റാണെന്നേ ഉള്ളൂ. പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ നേരെ ഒരു സംഭവം വന്നപ്പോൾ അവർ പറയും കർത്താവ് വരെ ഈ മനുഷ്യത്വത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. നമ്മുടെ എല്ലിട്ട് കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന് നമ്മുടെ സ്വകാര്യ തീരുമാനമെടുക്കും. അതാണ് വിഷയം. ഇത് ഒരു വല്ലാത്ത ഒരു അവസ്ഥയാണ്. കാര്യം ഇതുപോലും ഇങ്ങനെ നമ്മളെ സ്വകാര്യമായി വരുന്ന വിഷയങ്ങൾക്ക് പോലും ദൈവതീരുമാനം പറയുന്നതിന് ഔസേപ്പച്ചൻ പുതുമനയ്ക്ക് കർത്താവ് ഒരു വചനം കൊടുത്തു അയാളോട് ക്ഷമിക്കാൻ വേണ്ടി. ആ വചനം ഏതാണെന്നറിയാവോ? മത്തായി 11:12. ശ്രുതികട്ടെ ഹല്ലേലൂയ. മത്തായി 11:12. സ്നാപക യോഹന്നാന്റെ നാളുകൾ മുതൽ കാലം മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. ഏറ്റവും അശക്തമാകുന്നവനാണ് ദൈവരാജ്യത്തിലെ ബലമുള്ള ആള്. നമ്മുടെ പണവും പോയി നമ്മളെ ചതിക്കുകയും ചെയ്ത് അവനോട് ക്ഷമിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആരായി? വട്ടപൂജ്യമായി. ഇപ്പോൾ നമ്മൾ ഏറ്റവും അശക്തനായാണ് ബൈബിളിൽ എന്താണ് ഏറ്റവും ബലവാനായത്. അതുകൊണ്ടാണ് ഈ പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കണം. എവിടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കൊരിന്തോസ് 12:10. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്. എന്താണ്? ദൈവരാജ്യമാണ് സബ്ജക്റ്റ് അല്ലേ? ദൈവരാജ്യം വരുന്ന വരവ് കണ്ടില്ലേ? ഈ പുതുമനയുടെ ലൈഫിലേക്ക് ദൈവരാജ്യം വരുന്ന വരവ് കണ്ടില്ലേ? എന്താണ്? ഒരു മനുഷ്യൻ സാമ്പത്തികമായി തട്ടിച്ചു, അവനെപ്പോഴും ഗോഗോ വിളിച്ച് നടക്കുകയാണ്. എന്നിട്ട് കർത്താവ് അവനോട് പറഞ്ഞു, ഇവനോട് നീ ക്ഷമിക്കണം, നിൻ്റെ കാശും പോവും, പിന്നെ നീ കൊച്ചാകുകയും ചെയ്യും, നീ ബലഹീനനാകും. എന്തിനാണ്? ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ സ്വയം നമുക്ക് എല്ലാ തരത്തിലും ഒരു നഷ്ടം വന്നിട്ട് എന്താണ് ഇത് എന്തിനെ പ്രതിയാണ്? അതാണ് പ്രശ്നം. നമ്മളിങ്ങനെയൊക്കെ നഷ്ടപ്പെടുത്തുന്നത് എന്തിനെ പ്രതിയാണ്? 2 കൊരിന്തോസ് 12:10 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ. ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. ഇപ്പം നമ്മുടെ സന്തുഷ്ടിയുടെ അടിസ്ഥാനം എന്താണ്? അവൻ നമുക്ക് കാശ് തന്നതോ അവൻ വന്ന് നമുക്ക് ക്ഷമ നമ്മളോട് പറഞ്ഞു, ചേട്ടാ തെറ്റിപ്പോയി ചേട്ടാ എന്ന് പറഞ്ഞതല്ല പ്രശ്നം. അതൊന്നുമല്ല. നമ്മുടെ സന്തുഷ്ടിയുടെ അടിസ്ഥാനം എന്തായിരിക്കണം? ഞാൻ ഇത് ഒന്ന് വചനം വായിച്ച് 2 കൊരിന്തോസ് 12:10. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. ഞെരുക്കവും പീഡയും അത്യാഹിതവും ഒക്കെ ഉണ്ടാകുമ്പോഴും സന്തുഷ്ടി പോകത്തിൻ്റെ കാരണം എന്താണ്? ക്രിസ്തു ഇതെല്ലാം നമുക്കിത് നേരത്തെ ഏറ്റെടുത്തിട്ട് അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി അവൻ്റെ പേരിൽ ഞാനിത് ഏറ്റെടുക്കുക കഴിയുമ്പോഴാണ് എനിക്ക് എൻ്റെ സന്തുഷ്ടിയുടെ അടിസ്ഥാനം ക്രിസ്തുവിലുള്ള ആത്മബന്ധമാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കൃപയാൽ
Glory be to God. My name is Sophia Borle. I am from Cochin, but we were living in UP. I got to know about Kripasanam in November from an acquaintance. I had come in December 2024 to Cochin. My dad was seriously ill in the ICU. So mom actually mentioned about Kripasanam again, and I actually figured out online, and I took up an online covenant. Dad was really sick, so the first prayer request was to that God shows us His will with regards to Dad's health, and that he doesn't suffer anymore. A day after I had taken the covenant, Dad passed away, which was a great blessing for my dad. After that, we made our journey to Cochin, me and my kids. And that was our first experience with Mother Mary's presence in our life. We had boarded the train, and we were actually traveling first AC because we were me, myself, my daughter, and my son, and we also had a dog. So you had to take a compartment with a cabin with 4 seats to actually travel. So we actually board the train. Few minutes after the train starts moving, the TT is in my face, getting really upset and angry, saying that our ticket is not valid, it's cancelled, and we have to deboard the train, and we can't travel with the dog either. I am standing there, shocked, not knowing what to do. What do I do with the kids, the dog? We have a 2 days journey. So I always carry the holy oil of Mother Mary in my pocket. So while the TT is getting really angry, I take out the bottle of oil and I dab a drop of it in my hand, and I call out to Mother Mary, and I ask her to come and to help us. Everything happened very quickly after that. It almost only took a minute. The TT is getting angry, and then he wants to talk to my travel agent. I pass him the phone. He passes me back the phone. So the TT says, you know what, your ticket is not valid anymore. You have to rebook your ticket, which means he's talking about paying 19,000 rupees on the spot. And I am thinking, how am I supposed to figure that right now? So he passes me the phone. I take the phone. It's just a travel agent. Okay, these are people, you make the booking and they take a commission of maybe 1,000 rupees. So the travel agent tells me on the phone, ma'am, take the receipt from the TT. I will transfer you the 19,000 into your account. The TT, who was getting angry, suddenly his demeanor completely changes. He calms down. There is a fourth person in our cabin, which makes us not eligible to travel in a cabin with an animal. He moves the person to another cabin, and the TT instructs the supervisor to make sure that we have a safe journey all the way to Cochin. So everything is resolved without any problem by the grace of Mother Mary and Lord Jesus. The second instance is with regards to my daughter. This is Faith. She will explain her part. This is Faith. She is 14. Hi, my name is Faith. I'm 14. Early 2024, I was diagnosed with severe depression. After I was diagnosed, I was given many medications. 3 months after taking medications every single day, I was the same, no improvement, and I wanted to give up. I didn't think that I would be here today because it was so bad. So my mom took the covenant, and in the end, Mother Mary saved me, and I was healed.
What she hasn't explained is the fact that she's been suffering from severe depression for over a year. She's not been able to go to, she was in 8th grade when we were in UP, and she was not able to attend class. She had to discontinue and stay home. It got so bad she would not get out of bed, meet people, talk to anyone, and got to a point where she started hurting herself, cutting her hands. We could not leave her home alone. I mean, we could not even let her use the bathroom without somebody being around because we were afraid she would do something. That is when she had to take doctor's help, get onto medications and stuff. She got to a point where she didn't want to live anymore. So every time she struggled, we did not know how to help. When I came to Kripasanam, it was one of the biggest reasons was to pray for her. Every time I would sit down and say the covenant prayer, I would ask her to come sit down, and she would repeat the prayer with me. I would put the oil, the holy oil on her, and we would pray every time she would have an anxiety episode and stuff. She went from a person who was happy, bubbly, cheerful to a person who would not talk, who would not sing, who would not even interact. She could not sit around people. So literally was going into isolation, couldn't sleep. She had to take sleeping pills to sleep. From that, she has now been completely healed. She is her old self, happy, joyful. She's back to doing everything she used to before. We cannot thank Mother Mary and Jesus enough for this amazing miracle in our lives. Another request in my Udambari was for a job for myself. I have been out of job for a couple of years now without an income. God has been very graceful and has watched over us even through the most difficult times of our life. I have worked overseas for 24 years in big corporate companies as a head of marketing, sales. Always counted on, the one thing I counted very proudly on was my capability to do my profession. And I always felt I was really good at it. But the last few years, no matter how many jobs I applied to, I never got a single response back. I remember listening to Father Joseph on one of the retreats, and Father saying that, one of the things God takes away is our capabilities. When we start relying too much on our capabilities and get very confident about it, that kind of goes away. So I had the realization after I took the covenant as to why I wasn't able to find a job. I humbly requested to God that whatever was His will, I was willing and I was ready to accept whatever His will was in my life. I had a call after coming to Cochin a month after, about last month. I had a call which had nothing to do with my effort. A lady calls me and says, "Are you interested in taking up a permanent position as a music teacher in a school?" And this is completely outside my scope. I am somebody who's good at singing. I've done this, performed, but I've never ever thought of taking it up as something to do as a job. So God showed me a totally different direction. So I went for the interview. I had to create a fresh resume because I didn't even have a resume for that position. So I had to create one. I had to go. I was selected. It wasn't 5 minutes before they actually offered the job to me, which I have very gracefully and gratefully accepted. I am really thankful to Mother Mary and Lord Jesus. The Lord is also showing me different opportunities in the same area, and I can see how He's steering me into a different way of leading my life. As part of following the covenant, I've had the grace to pray from God. I've been able to attend daily masses almost
every day unless I've been ill or something. I have been, as Mercy Deeds, I have been going to ICUs where the caretakers sit outside and who are heartbroken and wanting for prayers. I've been reaching out to them, speaking to them about Kripasanam Mother. I've been speaking to both non-Christians and the Christians. There have been 1 or 2 people who have come down, Hindus, to come and take covenant here. There is a Sneha Bhavan close to the Mamangalam church where as and when I can go, which is most of the day, I go there to help the people who need help there, to bathe them, to clean up the place, to help them, feed them. The presence of God in our lives have changed us big time, and we are truly grateful. We are grateful that we are able to stand here, to be able to glorify God and to give testimony in His name. We thank you, Jesus. We thank you, Kripasanam Mother. എൻ്റെ പേര് ലീനു. ഞാൻ വാകത്താനം കോട്ടയത്തു നിന്ന് വരുന്നു. ഞാൻ MBA കഴിഞ്ഞ് 2023 ഇറങ്ങിയതാണ്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഒരു ട്രെയിനിയായിട്ട് ഭാരത് പെട്രോളിയത്തിൽ 1 വർഷം വർക്ക് ചെയ്യുമായിരുന്നു. അവിടെ ട്രെയിനിയായിട്ട് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നുള്ളൂ. അവിടെ നിന്ന് ഇറങ്ങി 1 വർഷം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ബാംഗ്ലൂർ ജോലി കിട്ടിയില്ലെങ്കിൽ ബാംഗ്ലൂർ പോകാമെന്നുള്ള രീതിയിലായിരുന്നു ജോലി അന്വേഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ലായിരുന്നു. ഞാൻ അവ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് ഏകദേശം ഒരു 3-4 മാസമായിട്ടും എനിക്ക് ജോലിയൊന്നും ആയില്ലായിരുന്നു. എന്നിട്ട് ചേച്ചി എന്നോട് പറഞ്ഞു, ഇവിടെ വന്ന് ഉടമ്പടി എടുക്ക്, നിനക്ക് ജോലി കിട്ടും. അങ്ങനെ ഞാൻ ഈ മാർച്ച് 12, 2025 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുന്നതിന് തലേ ദിവസം എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായി. ഞാനത് അറ്റൻഡ് ചെയ്തു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എന്നിട്ട് ഒരാഴ്ചയായിട്ട് എനിക്ക് ഒന്നും വരുന്നില്ല. എന്നുവെച്ചാൽ അവർ ഇൻ്റർവ്യൂ ഒരു റൗണ്ട് സെലക്ട് ആയായിരുന്നു. പക്ഷേ അവരുടെ അവിടെ നിന്ന് ഡിലേ ആവുന്ന കണ്ടിട്ട് എനിക്ക് പേടിയായി. ഇനി എനിക്ക് ജോലി കിട്ടത്തില്ലേ എന്നുള്ള ടെൻഷനായി. കാരണം 6 മാസം കഴിയുമ്പോഴത്തേക്കും ഗ്യാപ്പ് എന്താ വന്നതെന്ന് ഇൻ്റർവ്യൂ ആൾക്കാർ ചോദിക്കുമ്പോൾ എനിക്ക് പറയാനായിട്ട് ഉത്തരവൊന്നുമില്ലായിരുന്നു. എനിക്ക് പുതിയൊരു കോഴ്സ് പഠിക്കാനൊന്നും താല്പര്യമില്ല. എനിക്ക് ജോലിക്ക് കയറണമെന്നായിരുന്നു. സാമ്പത്തികമായിട്ട് എൻ്റെ കയ്യിലൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരാഴ്ച ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, എടി 6 മാസമായില്ലേ, ജോലി കിട്ടിയിട്ടില്ലല്ലോ, നീ ബാംഗ്ലൂർ പോയി നോക്കുക. അപ്പോൾ നിനക്ക് ബാംഗ്ലൂർ വോക്കിൻ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടല്ലോ, വോക്കിൻ ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്താൽ ജോലി കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ബാംഗ്ലൂർ പോകാൻ താല്പര്യമില്ല. എനിക്ക് ബാംഗ്ലൂർ പോയാൽ ഒരു റൂമിൽ 2 പേരൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ല. അവിടെ കുർബാനയ്ക്ക് പോകാൻ ഉള്ള സൗകര്യമൊന്നും കാണത്തില്ല. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് വളരെ ദൂരെ പള്ളി. അവിടുത്തെ ആണെങ്കിലും കന്നഡ കുർബാന. അപ്പം എനിക്ക് കന്നഡ കുർബാന എനിക്ക് ഒട്ടും മനസ്സിലാകത്തില്ല. എനിക്കിപ്പോൾ എനിക്ക് കുർബാനയുടെ വിശ്വാസത്തോടെ കൂടാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് കുർബാന ഒന്നും പ്രേക്ഷിത പ്രവൃത്തിയൊന്നും എനിക്ക് അവിടെ ചെന്ന് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എന്നെ പറഞ്ഞു, എല്ലാവരും ഉടമ്പടി എടുത്ത് ഓരോരുത്തടുത്ത് പോകുന്നതല്ലേ, അവരൊക്കെ ഇത് ചെയ്യുന്നതല്ലേ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ എനിക്ക് പോകാനായിട്ട് മനസ്സ് വന്നില്ല. എനിക്കിഷ്ടമല്ലായിരുന്നു. ഒന്നാമത് ബാംഗ്ലൂർ ജീവിതവും മലയാളികളൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോകുമെന്നുള്ള പേടി കാരണം എനിക്ക് ബാംഗ്ലൂർ പോകാനായിട്ട് എനിക്ക് മനസ്സ് വന്നില്ല. എന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് ഈ ആഴ്ച തന്നെ എന്നോട് പറയണം, ഞാൻ ബാംഗ്ലൂർ പോകണോ വേണ്ടയോ എന്ന് എന്നോട് പറയണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം മാതാവ് ഈ കഴിഞ്ഞ ആഴ്ച 27 മാർച്ച് 2025 എനിക്കൊരു കമ്പനിയിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു. അടുത്ത മാസം 7-ാം തീയതി ജോയിൻ ചെയ്യണമെന്നുള്ള രീതിയിൽ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, മാതാവിനോട് പറഞ്ഞതാണ്, നീ ബാംഗ്ലൂർ പോകണ്ട. അങ്ങനെ ബാംഗ്ലൂർ പോകണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഈ മാസം
അടുത്ത മാസം 7-ാം തീയതി ജോയിൻ ചെയ്യുവാണ്. എനിക്ക് ഈ കൃപ തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. കേരളത്തിൽ എറണാകുളത്ത് ഇൻഫോ പാർക്കിലാണ് എനിക്ക് ജോലി കിട്ടിയേക്കുന്നത്. ഞാൻ കാരുണ്യപ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഡിഫറെൻ്റ് ഏബിൾഡ് കുട്ടികളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. അവിടെ പോവുമായിരുന്നു. അവിടെ 2 ശനിയാഴ്ച എല്ലാ ശനിയാഴ്ച ഞാൻ പോവുമായിരുന്നു. അപ്പോൾ 2 ശനിയാഴ്ച പോയപ്പോഴത്തേക്കും സിസ്റ്റർമാർ പറഞ്ഞു അവർ പുറത്തുനിന്ന് ആളെ എടുക്കണില്ല, അപ്പോൾ അവർ തന്നെയാണ് എല്ലാം ചെയ്യുന്നതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് സങ്കടമായി. പിന്നെ ഞാൻ എവിടെ പോകണം എന്നെനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അവിടെ ചങ്ങനാശ്ശേരിയിലടുത്ത് ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്, നീ അവിടെ പോയി ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി ചോദിച്ചു. അവർ സമ്മതിച്ചു. എല്ലാ ശനിയാഴ്ചയും വന്നോളാൻ പറഞ്ഞു. അവരുടെ കൂടെ ഇരുന്ന് ഞാൻ സംസാരിക്കാറുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയത് കാര്യം എന്ന് വെച്ചാൽ ഞാൻ ചോദിക്കുന്ന 3/4 പേരുടെയും പേര് മറിയം, മേരി അങ്ങനെ ഉള്ള പേരായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിനെ ഇവിടെ ആക്കാൻ വേണ്ടിയാണ് അവിടെ എന്നെ കയറ്റാതിരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പണ്ട് ഒത്തിരി പ്രാർത്ഥിക്കത്തൊന്നുമില്ലായിരുന്നു, പക്ഷെ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എനിക്കത്ര തീഷ്ണതയോടൊന്നും പ്രാർത്ഥിക്കാൻ എനിക്ക് ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. ലൈക്ക് ഞാൻ കുർബാനയ്ക്ക് ശനിയും ഞായറും, ഞാൻ യോക്കോബൈറ്റ്സ് ആണ്, ഞങ്ങൾക്ക് ശനിയും ഞായറും ഉണ്ടായിരുന്നുള്ളൂ കുർബാന. അപ്പം ഞാൻ ഇവിടെ വന്ന് കുടമ്പടി എടുത്ത ശേഷം ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. പാറപ്പള്ളിയിൽ അവിടെ കത്തോലിക്കപ്പള്ളി ആയതുകൊണ്ട് എല്ലാ ദിവസവും കുർബാനയുണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെ അവിടെ പോകാൻ തുടങ്ങി. എൻ്റെ പള്ളി കുർബാനയുള്ളപ്പോൾ ശനിയും ഞായറും ഞാൻ എൻ്റെ പള്ളി കുർബാന കൂടാൻ തുടങ്ങി. നേരത്തെ എനിക്ക് ബൈബിൾ വായിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. മാക്സിമം ഞാൻ ഒരു അധ്യായം, ഏറ്റവും കുഞ്ഞ് അധ്യായം നോക്കി വായിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ എനിക്ക് ബൈബിൾ 1/2 മണിക്കൂർ കൂടുതൽ വായിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈശോയ്ക്കും ഈശോനും മാതാവിനും 1000 നന്ദി.